വെറും 400 രൂപയുടെ കണ്ണട വിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 70,000 കോടി രൂപ വാല്യുവേഷനുള്ള ഒരു IPO ആയി വരുന്ന ലെൻസ്കാർട്ട് വെറും ഒരു കണ്ണട വിൽക്കുന്ന കമ്പനിയുടെ കഥയല്ല. ആക്ച്വലി ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ഒരു വലിയൊരു ഫാഷൻ ടെക് എംപയർ ബിൽഡ് ചെയ്തെടുത്തതിൻ്റെ കഥ തന്നെയാണ്. പക്ഷേ ചോദ്യം, ഈ ഒരു ഹൈപ്പ് ആക്ച്വലി ജസ്റ്റിഫൈഡ് ആണോ? നമ്മൾ ഈ വീഡിയോയിൽ എക്സാക്ട്ലി അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ലെൻസ്കാർട്ട് IPOൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 70,000 കോടി എന്ന് പറഞ്ഞ വാല്യുവേഷൻ ലെൻസ്കാർട്ട് ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ടോ? വിത്ത് നമ്പേഴ്സ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ IPO വാങ്ങണോ വിൽക്കണോ എന്നുള്ള കാര്യം സ്വന്തം റിസർച്ചും കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഉണ്ട്, അവരോട് സംസാരിച്ചിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ആദ്യം നമുക്ക് IPOയുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. IPO ഓപ്പൺ ചെയ്യുന്നത് October 31 ആണ്. അപ്പോൾ October 31 മുതൽ നിങ്ങൾക്ക് ഇതിന് ബിഡ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എൻഡ് ചെയ്യാൻ പോകുന്നത് November 4 കൂടിയാണ്. അപ്പോൾ November 4 കൂടെ നിങ്ങൾക്ക് ലെൻസ്കാർട്ടിൻ്റെ ഷെയർ കിട്ടിയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനമാവും. ഈ ഒരു IPOൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത് 382 to 402 ആണ്. അപ്പം 382 താഴെ നിങ്ങൾ ബിഡ് ചെയ്തിട്ട് കാര്യമില്ല, എന്നാൽ 402 മുകളിൽ നിങ്ങൾക്ക് ബിഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഏതെങ്കിലും ഒരു റേഞ്ചിലായിരിക്കും അവസാനം ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് വരാൻ പോകുന്നത്. ഇനി പ്രാക്ടിക്കലി എങ്ങനെയാണ് IPOയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് IPOൻ്റെ മൊത്തം പ്രോസസ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാൻ റെഡിയാണ്. ആകെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ IPO എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ലോട്ട് സൈസ് നോക്കുകയാണെങ്കിൽ ഒരു ലോട്ട് 37 ഷെയർ ആണ് വരുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഷെയർ ആയിട്ട് വാങ്ങാൻ പറ്റില്ല, മിനിമം ഒരു ലോട്ട്, അതായത് 37 ഷെയർ എങ്കിലും നിങ്ങൾ വാങ്ങണം. ഇനി നമുക്ക് നെക്സ്റ്റ് ലെൻസ്കാർട്ടിൻ്റെ ബിസിനസ് മോഡൽ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടായിരുന്നു ലെൻസ്കാർട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് പോയിട്ട് ഗ്ലാസസ് സെലക്ട് ചെയ്ത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. വളരെ ചീപ്പായിട്ട് ഗ്ലാസസ് ആയിരുന്നു ആ സമയത്ത് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ ബിസിനസ് മോഡൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയിനും ലെൻസ്കാർട്ടിൻ്റെ സപ്ലൈ ചെയിനും നമ്മളുടെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണ ഒരു കണ്ണട ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ കണ്ണടയും നിങ്ങളുടെ ലെൻസൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരുടേതായ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അവരുടെ സ്വന്തമാവണമെന്നില്ല, അവർ ടൈപ്പ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ടെന്നായിരിക്കും അവർ ലെൻസ് സോഴ്സ് ചെയ്യാൻ പോകുന്നത്, ലെൻസ് കട്ടിംഗ് ഒക്കെ അവരുടെ രീതിയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ഒരു വലിയ പ്രശ്നം ലെൻസ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ഇല്ല, കോസ്റ്റ് ചിലപ്പോൾ മുകളിലേക്കും താഴേക്കൊക്കെ പോവാം, ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം നോക്കുമ്പോൾ നല്ല ലെൻസ് കിട്ടാം, ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അത്രയും നല്ല ലെൻസ് കിട്ടണമെന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ലെൻസ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സ് പറയുന്നത്. എന്നാൽ ലെൻസ്കാർട്ടിൻ്റെ മൊത്തം ബിസിനസ് മോഡൽ അങ്ങനെയല്ല. നിങ്ങൾ ലെൻസ്കാർട്ടിൻ്റെ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ ലെൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ അവിടെ നിന്ന് എന്തോ സോഴ്സ് ചെയ്യുന്ന ലെൻസോ അല്ലെ കട്ട് ചെയ്യുന്ന ഫെസിലിറ്റി ഒന്നും അവിടെ ഉണ്ടാവില്ല. അവർ നേരെ എന്ത് ചെയ്യും, അവരുടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡൽഹിയിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് ഒരു ലെൻസ്കാർട്ടിൽ നിന്ന് ഒരു ഇതുപോലെ ലെൻസ് ഓർഡർ ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കി തരണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റിൽ നിന്നായിരിക്കും ഈ ലെൻസും ഫ്രെയിമും കാര്യങ്ങളൊക്കെ പലതും അവർ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. മാത്രമല്ല കട്ടിങ്ങും ഫിറ്റിങ്ങും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ആ സ്റ്റോറിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈ ചെയിൻ ബേസിസ് ആണുള്ളത്. അതായത് ഏത് ലെൻസ്കാർട്ട് സ്റ്റോറിൽ നിങ്ങൾ പോയാലും അവിടെ എത്തുന്ന സാധനം സെയിം ആയിരിക്കും, ക്വാളിറ്റിയും അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ സെയിം ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ലെൻസ്കാർട്ടിൽ തന്നെ പല പല സബ് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ പ്രീമിയം സബ് ബ്രാൻഡ്സ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളുണ്ട്. മാത്രമല്ല ലെൻസ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സ് പല പല ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഈ ഒരു ബ്രാൻഡ്, ഈ സബ് ബ്രാൻഡ്സ് കുറേ കൂട്ടാനാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ഏറ്റവും പ്രീമിയത്തിന് ഏറ്റവും പ്രീമിയം, ഏറ്റവും ലോ കോസ്റ്റ് ഏറ്റവും ലോ കോസ്റ്റ്, ആ രീതിയിൽ അങ്ങോട്ട് പോകാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ലെൻസ്കാർട്ട് ഇനി മുതൽ ഒറ്റ ബ്രാൻഡല്ല, പല പല സബ് ബ്രാൻഡ്സിൻ്റെ ഒരു കളക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതാണ് അവരുടെ രണ്ടാമത്തെ ഒരു വലിയ ഫീച്ചർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഗ്ലോബൽ സ്റ്റോർ നെറ്റ്വർക്കാണ്. നമ്മൾ വിചാരിക്കുക ഇവർ ഇന്ത്യയിൽ മാത്രമേ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഉള്ളൂ എന്നാണ്. പക്ഷേ ആക്ച്വലി അല്ല, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 2137 സ്റ്റോർസേ ഇവർക്കേ ഉള്ളൂ. എന്നാൽ അവരുടെ മൊത്തത്തിലുള്ള സ്റ്റോർസ് നോക്കുകയാണെങ്കിൽ 2800 പരമാണ്. അതായത് ഓൾമോസ്റ്റ് 75% ആക്ച്വലി ഇന്ത്യയിലുള്ളൂ. ബാക്കിയുള്ളത് ഓരോരോ ഫോറിൻ കൺട്രീസിനാണുള്ളത്. ഈ ഫോറിൻ കൺട്രി എക്സ്പാൻഷൻ അവർ ഇനിയും ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ലെൻസ്കാർട്ടിനുണ്ട്. അപ്പോൾ ആ ഇന്ത്യയിൽ ലോ കോസ്റ്റിൽ മാനുഫാക്ചർ ചെയ്ത് പുറത്തുള്ള രാജ്യങ്ങൾക്ക് കുറച്ചും കൂടി പ്രീമിയം പ്രൈസിന് വിൽക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ലെൻസ്കാർട്ടിനുണ്ട്. ഹലോ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടത്, ഏത് ഫണ്ട്സാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ, ഈ കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ പേര് മ്യൂച്വൽ ഫണ്ട് മെയ്ഡ് ഈസി എന്നാണ്. ഈ ഒരു കോഴ്സിൽ ഏറ്റവും ബിഗിനർ ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നും എങ്ങനെയാണ് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് പിക്ക് ചെയ്യേണ്ടതെന്നും, മാത്രമല്ല ഈ മ്യൂച്വൽ ഫണ്ട്സ് ലോങ് ടേമിൽ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ മ്യൂച്വൽ ഫണ്ട്സ് ശരിക്കും മനസ്സിലാക്കുകയും അതുവഴി അതിന്റെ മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമാണ് ഇവരുടെ പ്രൈസിങ്. ഇപ്പോൾ പല പല സബ് ബ്രാൻഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ലെൻസും ഫ്രെയിമും കണ്ണടയൊക്കെ അവർക്കുണ്ട്. ഹൈ കോസ്റ്റ് പ്രീമിയം ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ ഒരു മിഡ് റേഞ്ചിൽ വരുന്നതുകൊണ്ട്. ഇത് മിഡ് റേഞ്ച് ആയിട്ട് കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ച് ഭയങ്കര വൈഡാണ്. അപ്പോൾ ഇത്രയും വൈഡായുള്ള ഒരു പ്രൈസിങ് ആയതുകൊണ്ട് ആർക്ക് ഇവരുടെ കടയിൽ പോയാലും
എന്തെങ്കിലും വാങ്ങാനുണ്ടാവുന്നതാണ് ഇവരുടെ മെയിൻ ലോജിക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ബിസിനസ് മോഡൽ. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ബിസിനസ് മോഡലൊക്കെ വെച്ചിട്ട് ഇവർ ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽസ് നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും റവന്യൂ കാര്യമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 2023 മുതൽ 2025 വരെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് റവന്യൂ ഡബിൾ ആവുകയാണ് ചെയ്തത്. എന്നാൽ അതേ സമയത്ത് തന്നെ പ്രോഫിറ്റ് ആക്ച്വലി നെഗറ്റീവിലായിരുന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ 2 വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ 2 വർഷങ്ങളിലും ആക്ച്വലി ലോസ് മേക്കിംഗ് ആയിരുന്നു. 2025 മാത്രമാണ് ഇത് ആക്ച്വലി പ്രോഫിറ്റബിളായി വന്നത്. ഇനി ഈ ഒരു കാര്യം ആക്ച്വലി മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പല സ്റ്റാർട്ടപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി ആയിക്കോട്ടെ, സൊമാറ്റോ ഒക്കെ റീസെൻ്റ്ലി പ്രോഫിറ്റബിളായി വന്നതാണ്. അവരൊക്കെ സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ ലോസ് മേക്കിംഗ് കമ്പനീസ് തന്നെയായിരുന്നു. അപ്പോൾ ലോസ് മേക്കിംഗ് എന്നുള്ളൊരു നെസസറിലി മോശം കാര്യമല്ല, ഗിവൺ ഇനി അങ്ങോട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കോളുമെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്സിന് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നോക്കാനുള്ളത് ഈ നെറ്റ് പ്രോഫിറ്റിന് പകരം ഇബിഡയാണ്. ഇബിഡ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ആ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പും ഇൻട്രസ്റ്റ് ബാങ്കിലേക്ക് കൊടുക്കുന്നതിന് മുമ്പും ഡിപ്രീസിയേഷൻ, നമ്മൾ വാങ്ങിച്ച ബിൽഡിങ്ങും ഫർണിച്ചറും കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ കോസ്റ്റ് കുറയ്ക്കുന്നതിന് മുൻപ് ഉണ്ടാക്കിയ ഒരു പ്രോഫിറ്റ് ഇല്ലേ, അതാണിത്. അപ്പോൾ ആ ഒരു ഇബിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തിൽ ഓൾമോസ്റ്റ് 4 ഇരട്ടി ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം തന്നെയാണ്. ഫാസ്റ്റ് ഗ്രോയിങ് ഒരു കമ്പനി തന്നെയാണ് ലെൻസ്കാർട്ട്, അതിലൊരു സംശയമില്ല. ഇത് എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെന്ന കാര്യം നമുക്ക് ആക്ച്വലി മെഷർ ചെയ്യാം. നമ്മുടെ റവന്യൂവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 2023 മുതൽ 2025 വരെ ഓരോ വർഷം 32.5% CAGR ഗ്രോ ചെയ്തത്. എന്നാൽ ഇബിഡ് നോക്കുകയാണെങ്കിൽ 92.36% ഗ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ റവന്യൂ ഗ്രോ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ പ്രോഫിറ്റും ഗ്രോ ചെയ്യേണ്ടത്? ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ റവന്യൂ ഗ്രോ ചെയ്യുന്നതിനേക്കാളും കുറവിലാണ് കോസ്റ്റ് ഗ്രോ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ പ്രോഫിറ്റ് റവന്യൂവിനെക്കാളും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. അതിനാണ് നമ്മൾ ഫിനാൻസിൽ ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറയാം. ഈ ഓപ്പറേറ്റിംഗ് ലെവറേജ് വളരെ നല്ലൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടും റവന്യൂ ഒരു 10% ഗ്രോ ചെയ്താലും മേ ബി പ്രോഫിറ്റ് ഒരു 20% 30% ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ലെൻസ്കാർട്ട് പാർഷ്യലി ഒരു ടെക് കമ്പനിയും കൂടിയാണ്. അവർക്ക് സെയിൽസ് വീണ്ടും കൂട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അതേപോലെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം കുറേ സെയിൽസ് അവർക്ക് ഓൺലൈനിലാണ്. ഓൺലൈനിൽ സെയിൽസ് കൂടുന്നതനുസരിച്ച് ഈ എക്സ്പെൻസ് കൂടണമെന്ന് ഒരു നിർബന്ധമില്ല. മാത്രമല്ല നല്ല ബ്രാൻഡിങ് ഉള്ളതുകൊണ്ട് മേ ബി ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അവർക്ക് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റിന് വേണ്ടിയിട്ടും ഭയങ്കരമായിട്ട് ചിലവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ സെയിൽസ് കൂടുന്തോറും ചിലപ്പോൾ എക്സ്പെൻസ് അത്രയും കൂടില്ല, പ്രോഫിറ്റ് ഭയങ്കര കൂടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ചാൻസുകളുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ തിയററ്റിക്കലി ഇങ്ങനെയൊക്കെ നടക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ട്രോള് ലഭിച്ച ഒരു സംഗതിയാണ്. 2025 ഇത് പ്രോഫിറ്റബിൾ ആയി, പക്ഷേ ആ പ്രോഫിറ്റബിൾ ആയതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ഒരു അതർ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 357 കോടി രൂപ ആക്ച്വലി അതർ ഇൻകം എന്ന് പറഞ്ഞാൽ വന്നത്. ഈ അതർ ഇൻകം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കമ്പനിയുടെ ആക്ച്വൽ ബിസിനസ് മോഡൽ എന്താ? കണ്ണട വിൽക്കല്ലേ. അതിന്ന് പുറത്തുനിന്ന് വന്ന ഇൻകമാണ്. ഇപ്പോൾ പല രീതിയിലുള്ള ഇൻകം ആവാം. അവർക്ക് എന്തെങ്കിലും ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് വിറ്റുണ്ടാക്കിയ പൈസ ആവാം. അത് കണ്ണട വിറ്റുള്ള പൈസയിലല്ലോ, അപ്പോൾ അത് അതർ ഇൻകം ആയിട്ടായി കൂട്ടാം. അവർക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വിറ്റിട്ടുണ്ടാകുന്ന പ്രോഫിറ്റും ഒക്കെ ഇതിലാണ് വരിക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ വന്നതുകൊണ്ടാണ് ആക്ച്വലി ഈ ഒരു കമ്പനി കുറച്ച് പ്രോഫിറ്റബിൾ ആയത്. അപ്പോൾ ഈ ഒരു കാര്യം എടുത്ത് പലരും ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയും ട്രോൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഇവർക്ക് 6600 കോടിയാണ് റവന്യൂ വന്നത്. അതിൽ വെറും 300 കോടി രൂപയേ ഉള്ളൂ ഇതുപോലെ വന്നത്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു കാര്യമല്ല. മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ അതർ ഇൻകം അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ഇൻവെസ്റ്റൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അതർ ഇൻകം അടുത്ത വർഷവും ഇതുപോലെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ലെൻസ്കാർട്ടിൻ്റെ ഫിനാൻഷ്യൽസിൻ്റെ അവസ്ഥ. ഇനി നമ്മുടെ ഇതിൻ്റെ വാല്യുവേഷൻ പെർസ്പെക്റ്റീവ് കൂടി വരുന്നതായിരിക്കും. അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് കുറേ IPO പൈസ കിട്ടുമല്ലോ. അതിൽ കുറേ ഫ്രഷ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഫ്രഷ് ഷെയർസിന് ഇഷ്യൂ ചെയ്ത പൈസ ആക്ച്വലി കമ്പനിയിലേക്കാണ് പോവുക. ആ പൈസ വെച്ചിട്ട് ഇവരെന്താ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 272 കോടി വെച്ചിട്ട് അവർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അവർ കുറേ സ്റ്റോർസ് തുടങ്ങണം. ആ കുറേ സ്റ്റോർസ് തുടങ്ങാനാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 600 കോടി വെച്ചിട്ട് അവർ ലീസ്, റെൻറ്റ്, ലൈസൻസ്, ബേസിക്കലി സ്റ്റോർസിന് വേണ്ടിയുള്ള പേയ്മെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. വീണ്ടും ഒരു 200 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി ആൻഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക്കലി അവരുടെ വെബ്സൈറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. മാത്രമല്ല ടെക്നോളജി എന്ന് പറയുമ്പം ആ റീസെൻ്റ് ആയ ഇൻ്റർവ്യൂവിൽ CNBC ഇൻ്റർവ്യൂ ഒന്നുണ്ടാകും, തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാണുക. ലെൻസ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സ് IPOനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആണ്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മറ്റേ റെയ്ബാൻ്റെ സ്മാർട്ട് ഗ്ലാസസ് പോലുള്ള ക്യാമറയ്ക്കുള്ള ഗ്ലാസസ് കൊണ്ടിരുന്നുണ്ട്. മേ ബി അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും ഇത്. വീണ്ടും 320 കോടി ബ്രാൻഡ് മാർക്കറ്റിംഗ്, ബിസിനസ് പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുക. ബാക്കി വരുന്ന പൈസ വേറെ ഇനോർഗാനിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും അവരുടെ പൈസ ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു 70,000 കോടി രൂപയ്ക്കായിരിക്കും ഈ ഒരു കമ്പനി ആക്ച്വലി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 70,000 കോടിക്ക് മാത്രം ഉണ്ടോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ നോക്കാം. അപ്പോൾ വാല്യുവേഷൻ നോക്കാൻ പല രീതികളുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ അഥവാ PE റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. അത് പ്രൈസിൻ്റെയും ഏർണിംഗ്സ് പെർ ഷെയറിൻ്റെയും ഒരു റേഷ്യോ ആണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്, ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് 10 രൂപയാണെങ്കിൽ അതിൻ്റെ ഏർണിംഗ്സ് 1 ആണെങ്കിൽ ഇതിൻ്റെ PE റേഷ്യോ 10 ആയിരിക്കും. അതായത് 1 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ 10 രൂപ കൊടുക്കുന്ന പോലെയാണ്. എന്നാൽ ഒരു കമ്പനിയുടെ ഏർണിംഗ്സ് 1 ആണ്, അതിൻ്റെ പ്രൈസ് 20 ആണെങ്കിൽ അതിൻ്റെ PE റേഷ്യോ 20 ആയിരിക്കും ഉണ്ടാവുക. അതായത് 1 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ 20 രൂപ കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒബ്വിയസ്ലി നമുക്കത് കിട്ടുമൊന്നുമില്ല, പക്ഷേ അങ്ങനെ കിട്ടാൻ വേണ്ടി ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് ലെൻസ് കാർഡിൻ്റെ കാര്യത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ലെൻസ് കാർഡിൻ്റെ ഫിനാൻഷ്യൽസ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അഡ്ജസ്റ്റഡ് EPS വന്നത് ഓൾമോസ്റ്റ് 1.7 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു പ്രൈസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ IPOൻ്റെ, ആ ബാൻഡിലെ മിഡ് പ്രൈസാണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്, 392 എന്നാണ്. അങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ P റേഷ്യോ വരാൻ പോകുന്നത് 230.5 ആണ്. അതായത് ഈ ലെൻസ് കാർഡിൻ്റെ ₹1 ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് 230 രൂപയായിരിക്കും. ഇനി ഇത് ട്രഡീഷണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു P റേഷ്യോ ഭയങ്കര കൂടുതലാണ്. അൾട്രാ ഹൈ ഗ്രോത്ത് കമ്പനീസിന് മാത്രമേ ഇങ്ങനത്തെ ഒരു P റേഷ്യോ സാധാരണ നമ്മൾ കാണാറുള്ളൂ. ഇതിന് കമ്പാരിസന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറൻ്റ്ലി ഇന്ത്യയിലുള്ള ഈ കന്നഡ ബിസിനസ്സിലുള്ള കമ്പനീസ് ആയിരുന്നു കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലെൻസ് കാർഡിൻ്റെ ഓൾമോസ്റ്റ് 230 ആണുള്ളത്. ടൈറ്റൻ കന്നഡ മാത്രമല്ല വെക്കുന്നത്, ടൈറ്റനിൽ ആക്ച്വലി തനിഷ്ക് എന്ന് പറഞ്ഞ ജ്വല്ലറി സെഗ്മെൻറ്റ് ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു കമ്പാരിസൺ എടുക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ടൈറ്റൻ്റെ 90 ആണ്, വിച്ച് ഇസ് ഓൾസോ വെരി ഹൈ. എങ്കിലും ഇതിനേക്കാളും കുറച്ചുകൂടി താഴെയാണ്. മറ്റൊരു ഐവെയർ കമ്പനിയുള്ളത് ഈ ഒരു കമ്പനിയാണ്, പക്ഷേ അത് ആക്ച്വലി ലോസ് മേക്കിംഗ് ആണ്. അതുകൊണ്ട് അതിൻ്റെ P റേഷ്യോ നെഗറ്റീവ് ആണ്. എന്തെങ്കിലും കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മെട്രോ ബ്രാൻഡ്സ് ആണ്, പക്ഷേ മെട്രോ ബ്രാൻഡ്സ് കന്നഡ വിൽക്കുന്നേ ഇല്ല, അത് ഷൂവും കാര്യങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. എങ്കിലും നമ്മൾ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ P റേഷ്യോ 87 ആണ്, വിച്ച് ഇസ് ഓൾസോ വെരി ഹൈ. പക്ഷേ അതിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ഇരട്ടിയിലധികമാണ് നമ്മുടെ ലെൻസ് കാർഡിൻ്റെ P റേഷ്യോ വരുന്നത്. അപ്പോൾ ഒരു സംശയമില്ല, ലെൻസ് കാർഡ് ഒരു പ്രീമിയം വാല്യുവേഷനാണ് വരുന്നത്. ഇനി അടുത്തുള്ള ചോദ്യം, ഈ പ്രീമിയം വാല്യുവേഷൻ ആക്ച്വലി ജസ്റ്റിഫൈഡ് ആണോ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ കമ്പനി എത്രത്തോളം ഗ്രോ ചെയ്ത് നോക്കണം. ഫോർ എക്സാമ്പിൾ, ഈ P റേഷ്യോ 10 ആവുന്നത് വളരെ ചീപ്പായിട്ട് നമുക്ക് തോന്നും, പക്ഷേ ആ കമ്പനി ആക്ച്വലി 2% ഒരു വർഷം ഗ്രോ ചെയ്തുള്ളെങ്കിൽ ഇത് ആക്ച്വലി ചീപ്പല്ല, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എപ്പോഴും P റേഷ്യോ ആ കമ്പനിയുടെ ഇനി ഉണ്ടാകാൻ പോകുന്ന ഗ്രോത്ത് പെർസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ P റേഷ്യോ 70 എന്ന് വിചാരിക്കുക. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര ഓവർ വാല്യൂഡ് ആണ്. നമ്മൾ ₹1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ₹7 കൊടുക്കുകയാണ്. പക്ഷേ ഇമാജിൻ ചെയ്യുക, അടുത്തൊരു 3 വർഷം ഈ ഒരു കമ്പനി ഓരോ വർഷവും ഒരു 50% വീതം അല്ലെ 60% വീതം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കമ്പനി ഭയങ്കര ഓവർ വാല്യൂഡ് ആണോ? അല്ല, കാരണം അത്രയും ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ P റേഷ്യോ നോക്കേണ്ടത് ഇനി വരാൻ പോകുന്ന ഗ്രോത്തിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് ഈ ലെൻസ് കാർഡിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത്. ഈ 230 P റേഷ്യോ കൊടുക്കാൻ ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അങ്ങോട്ട് എത്ര ഗ്രോത്ത് വരും എന്നുള്ള കാര്യമാണ്. ഇനി ഒബ്വിയസ്ലി അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, കാരണം നമുക്ക് ഒരിക്കലും ഒരു കമ്പനി എക്സാക്ട്ലി എത്ര ഗ്രോ ചെയ്യുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഗസ് ചെയ്യാം. അതായത് ഈ ഒരു കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് ഇനി അങ്ങോട്ടുള്ള 3 വർഷത്തിൽ ഓരോ വർഷം 30% ആണെന്ന് വിചാരിക്കാം. ഇത് പോസിബിൾ ആണോ? ഒബ്വിയസ്ലി, കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ അവർ ഇങ്ങനെ തന്നെ ഗ്രോ ചെയ്തൊരു കമ്പനിയാണ്. ഇനി അങ്ങോട്ടും ഇങ്ങനെ ഗ്രോ ചെയ്യാനൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇവരുടെ ഇൻ്റർവ്യൂസിൽ, ഫൗണ്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ നോക്കിയാൽ അവർ പറയുന്നത് ഇതുപോലത്തെ ഗ്രോത്ത് ഇനി അങ്ങോട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ എക്സാക്ട്ലി പറയുന്നൊന്നുമില്ല ഇൻ്റർവ്യൂലൊന്നും, പക്ഷേ ഏതാണ്ട് അങ്ങനെയാണ് ഹിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഉള്ള വർഷങ്ങളിൽ 30% റവന്യൂ ഗ്രോ ചെയ്യാണ്. 30% റവന്യൂ ഗ്രോ ആണ്, പ്രോഫിറ്റ് 30% അല്ല ഗ്രോ ചെയ്യുക. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഈ ഒരു കമ്പനിക്ക് അത് കാര്യമായിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഓൾമോസ്റ്റ് ആ കാൽക്കുലേഷൻ പ്രകാരം EBITDA മാർജിൻസ്, അത് ഇവർക്ക് മാർജിൻസ് കൂടുകയാണ് ചെയ്യുക. മാർജിൻസ് കൂടിയ പ്രോഫിറ്റ് ഏതാണ്ട് ഈ രീതിയിലായിരിക്കും കൂടാൻ ചാൻസ്, എല്ലാം ചാൻസാണ്. ഏർണിങ്സ് പെർ ഷെയർ ഈ രീതിയിൽ കൂടാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിലും 30% ഗ്രോത്ത് റവന്യൂവിൽ ഉണ്ടായാൽ പോലും രസകരമായുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2028 ആകുമ്പോഴും ഇതിൻ്റെ P റേഷ്യോ ഓൾമോസ്റ്റ് 80 തന്നെ നിൽക്കുക. ഇവിടെ അസംഷൻ എന്ന് വെച്ചാൽ പ്രൈസ് മാറിയില്ലെങ്കിൽ, പ്രൈസിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് P റേഷ്യോ 3 ഇയേഴ്സ് കഴിയുമ്പോഴും 80 തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ പ്രൈസ് കാര്യമായിട്ട് മൂവ് ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ റിട്ടേൺസ് ഉണ്ടാക്കില്ല കേട്ടോ ബൈ ദ വേ. അങ്ങനെ ആണെങ്കിൽ എന്നിട്ട് 80 വന്ന് സെറ്റിൽ ചെയ്താലും 80 ഇസ് ഓൾസോ വെരി ഹൈ P റേഷ്യോ. അപ്പോൾ ആ ഒരു പോയിൻ്റിൽ നിന്നും ഈ കമ്പനി ഭയങ്കര ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഈ കമ്പനി 30% 3 ഇയേഴ്സ് മാത്രം ഗ്രോ ചെയ്താൽ പോരാ. ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ ജസ്റ്റിഫൈ ചെയ്യപ്പെടണമെങ്കിൽ ഈ ഒരു കമ്പനി അടുത്തൊരു മിനിമം ഒരു 7-8 വർഷമെങ്കിലും നല്ലൊരു ശതമാനം, ഒരു 35% റവന്യൂ ഗ്രോത്തിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നാലേ ഇത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുള്ളൂ. കാരണം 3 ഇയേഴ്സ് ഇത്രയും അഗ്രസീവ്ലി ഗ്രോ ചെയ്താൽ പോലും അതിന് P റേഷ്യോ 80 അപ്പോഴും ഉണ്ടാവും. അപ്പോഴും അത് അത്യാവശ്യം നല്ല വാല്യൂഡ് ആയിരിക്കും. ഓവർ വാല്യൂഡ് എന്ന് പറയണമെന്നില്ല, ഗ്രോ ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ആ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾ ഈ കമ്പനിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 2-3 വർഷം ഈ കമ്പനി ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണ്ടത്തരായിരിക്കും. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു ലെൻസ് കാർട്ട് അടുത്തൊരു 10-15 വർഷവും ഭയങ്കര ഗ്രോത്ത് ഉണ്ടാക്കാൻ പോകുന്ന കമ്പനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മേ ബി ഇറ്റ് മേക്ക് സെൻസ്. കാരണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ഞാൻ ഈ പറയുന്നത് 30% ഒന്നല്ല, ഈ കമ്പനി വേറെ ലെവൽ കമ്പനിയാണ്, ഈ കമ്പനി ഓരോ വർഷവും 100% റവന്യൂ ഡബിൾ ആയിക്കൊണ്ടിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ഈ കാൽക്കുലേഷൻ ഒന്നും ആയിരിക്കില്ല, വേറെ തന്നെ കാൽക്കുലേഷൻ ആയിരിക്കും. നിങ്ങൾ കാര്യമായിട്ട് പൈസയൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ വരുന്നത് നിങ്ങളുടെ കൺവിക്ഷനാണ്.
ഇനി റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇൻ്റർവ്യൂസിൽ ഇവർ പറഞ്ഞ കാര്യം തന്നെയാണ്. മാത്രമല്ല ഡേറ്റ ആക്ച്വലി പറയുന്ന കാര്യം, ഇന്ത്യയിലെ ഐവെയർ മാർക്കറ്റ് ഇനി അങ്ങോട്ടുള്ള 2030 വരെയുള്ള വർഷങ്ങളിൽ ഗ്രോ ചെയ്യാൻ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 13.5%. ഇവർ പറയുന്നത്, ഇവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം. ആ ഇൻ്റർവ്യൂവർ എടുത്തിട്ടപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ 2x ഗ്രോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് 27% ഗ്രോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ 100% ഗ്രോത്ത് ഒക്കെ ഓരോ വർഷം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. മാക്സിമം ഒരു 30% ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഇനി അവസാന സെഗ്മെൻറ്റിലേക്ക് നമുക്ക് വരാം. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, കമ്പനി അത്ര അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള കമ്പനിയൊന്നുമല്ല. കാര്യം ഒന്നെങ്കിൽ ഓവർ വാല്യൂഡ്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് തോന്നുകയാണ് എക്സ്ട്രീം ഹൈ ഗ്രോത്ത് അടുത്ത 10 വർഷത്തേക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ മേ ബി ഫെയർലി വാല്യൂഡ് നമുക്ക് പറയാം. അല്ലാണ്ട് അണ്ടർ വാല്യൂഡ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി ചിലവർക്ക് ഇങ്ങനത്തെ ഒരു വിചാരമുണ്ട്, അതായത് ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ IPO ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഗ്രോയേ ചെയ്യുള്ളൂ. അതിൽ സത്യമുണ്ട്. കാരണം മിക്ക കമ്പനീസ് IPO ആയിട്ട് ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ, നമ്മുടെ സൊമാറ്റോ നോക്കുകയാണ്, സ്വിഗ്ഗി നോക്കുകയാണ്, എല്ലാ റവന്യൂവിലും ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനി റവന്യൂ പ്രോഫിറ്റോ ഗ്രോ ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഗ്രോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി വന്നത് കഴിഞ്ഞ വർഷം നവംബറിലാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് പ്രൈസ് എന്താണ്, അത് അനങ്ങിയിട്ടില്ല, താഴേക്ക് പോയിട്ടുള്ളൂ. റവന്യൂവും കാര്യങ്ങളും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇബിഡയും കാര്യങ്ങളും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റോക്ക് പ്രൈസ് എന്താണ്, താഴേക്കാണ് പോയത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി വന്നത് അത്യാവശ്യം നല്ല വാല്യുവേഷനാണ്. ആക്ച്വലി ലോസ് മേക്കിംഗ് ആയ സമയത്തായിരുന്നു കമ്പനി വന്നത്. അപ്പോൾ നല്ല വാല്യുവേഷൻ ഓൾറെഡി ആൾക്കാർ കൊടുത്തു. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ റവന്യൂവും പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് പ്രൈസ് കാര്യമായിട്ട് മൂവ് ചെയ്യില്ല. എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും മുകളിൽ പോയാൽ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകും. ഇതിന് പല എക്സാമ്പിൾസും ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ Paytm നോക്കുകയാണെങ്കിൽ 2021 ഒരു ലിസ്റ്റഡേ വന്നത് 1500 ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1300. ഇത്രയും വർഷം കഴിഞ്ഞു, 4 വർഷം കഴിഞ്ഞിട്ടും പൈസ ഉണ്ടാക്കിയിട്ടില്ല ആർക്കും വേണ്ടിയിട്ട്. അപ്പം ഗ്രോ ചെയ്യുന്നുണ്ട്, ഭയങ്കര കമ്പനിയാണോ ഒക്കെയാണ്. പക്ഷേ സ്റ്റോക്ക് പ്രൈസിൽ പ്രോഫിറ്റ് ഉണ്ടോ, ഇല്ല. നമ്മൾ നൈക്കയുടെ കാര്യം നോക്കിയാലും ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് അവസ്ഥ. നവംബർ 2021 വന്നത്, ഇപ്പോൾ 5 വർഷം ആകുമ്പോഴാണ്. 5 വർഷത്തിൽ ഇത് ഉണ്ടാക്കി റിട്ടേൺസ് എത്ര, -34% ആണ്. കമ്പനി അടിപൊളി കമ്പനിയാണ്, സ്റ്റാർട്ടപ്പ് സ്റ്റോറിയും എല്ലാം അടിപൊളിയാണ്. പക്ഷേ അന്ന് തന്നെ ആൾക്കാർ ഭയങ്കര വാല്യുവേഷൻ കൊടുത്തുകൊണ്ട് ആ വാല്യുവേഷൻ കൊടുത്തതിനനുസരിച്ചുള്ള ഗ്രോത്ത് കിട്ടാതെ കൊണ്ട് സ്റ്റോക്ക് പ്രൈസ് ആക്ച്വലി എന്താ ചെയ്ത്, താഴേക്ക് പോവുകയാണ് ചെയ്തത്. ഇനി നമ്മുടെ ലെൻസ്കാർട്ടിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്ന കാര്യം എനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനി ഇനി ഉണ്ടാക്കാൻ പോകുന്ന റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അത് വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ട് വേറെ ലെവലിലൊക്കെ ഗ്രോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വേറെ തന്നെ ലെവലിലായിരിക്കും ചിലപ്പോൾ പോവുക. ലെൻസ്കാർട്ടിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുക, അതൊരിക്കലും എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു 30% ലെവലിലൊക്കെയാണ് ഗ്രോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഭയങ്കര അതിന്ന് പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി അതിൻ്റെ മുകളിൽ അത് ഗ്രോ ചെയ്യണം. ഒരു 50% ആ റേഞ്ചിലൊക്കെ അത് ഇനി ഞങ്ങളുടെ ഒരു 5-10 വർഷം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്നൊരു പ്രോഫിറ്റ്, സ്റ്റോക്ക് പ്രൈസിന് പ്രോഫിറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു സിനാരിയോ ഉള്ളത്, ഈ 30% പോലും ഇല്ല, ഈ കമ്പനി അടുത്ത വർഷങ്ങളിൽ ഒരു 15-20% ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ, സ്റ്റോക്ക് പ്രൈസ് താഴേക്കേ പോകും. ഇനി ഇതിൽ ഏത് സിറ്റുവേഷൻ സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഓരോ ആൾക്കാരുടെ കൺവിക്ഷനും അവരുടേതായ ലോജിക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോജിക്ക്, ഒരു തിയറി ഉപയോഗിച്ചിട്ട് വേണം നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ. പക്ഷേ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇന്ത്യയിലെ IPO മാർക്കറ്റ്സ് ജനറലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓവർ വാല്യൂഡ് ആണ്. മിക്ക ആൾക്കാരും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ നഷ്ടപ്പെടാറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സാധാരണ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി റിസ്ക്കി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ലെൻസ്കാർട്ട് IPOൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഇനിയും പേഴ്സണൽ ഫിനാൻസ് ബേസ്ഡ്, സ്റ്റോക്ക് അനാലിസിസ് ബേസ്ഡ് വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.